അധികാരം ലഭിച്ചു. ഇതാ ഇന്നത്തെ ലോകം, കോവിഡാനന്തര ലോകം. ഇവിടെ കുഞ്ഞുങ്ങൾ കേൾക്കണം. 1 ജാതി, 2 ഭാഷ, 3 ജനം. ഇതിനകത്തെല്ലാം അധികാരം. ഒന്നാമതായി സകല മതവും ഒരുമിക്കുന്നു. എല്ലാവരും കേൾക്കണം. അജിബ്രദർ ലൈവും കൊടുക്കും. ഇതെല്ലാം മനസ്സിലാക്കേണ്ടയാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏകലോക മതമാ ലോകത്തിൽ വരുന്നത്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും ഇതാ കിടക്കുന്നു. ഒന്നാമത്തത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ആരുമായി കരം കൊടുക്കുന്നു? ഇറാഖിലെ ഷിയ നേതാവുമായിട്ട് കരം കൊടുക്കുന്നു. നമ്പർ 1. 2 കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ വഴി ഒരു കഥയൊന്നുമല്ല. ആന്റി ക്രൈസ്റ്റ് കുറെ കുഞ്ഞു വായിച്ചു തരും. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാതാ അമൃതാന്തമായിട്ട് അമൃതാന്തമായിട്ട് കൈ കൊടുക്കുന്ന ന്യൂ വേ വേൾഡ് ഓർഡർ. ഇതാണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. നോട്ടാർക്കും തരാം, നിങ്ങൾക്ക് ഇവിടെ പണം എടുക്കാൻ നാളെ തന്നാൽ മതി. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇതാണ്ട് തുർക്കിയിലെ മസ്ജിദിൽ പോയി ഇമാമുമായിട്ട് നിസ്കരിക്കുന്നു. മലയാളം അവിശ്വാസികളുമായി ഇണയില്ല, പിണകൂടരുത്. 3. 4 ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ വത്തിക്കാനിൽ. ഇന്ന് രാത്രി നിങ്ങൾ ഒരു കാര്യം കേൾക്കണം. ഞാൻ ഇനി മഞ്ചക്കോട് വന്നില്ലെങ്കിലും ആലുവ ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. അതുകൊണ്ട് മറിയാമച്ചിയെ വരെ കത്തോലിക്കരങ്ങ് മാറ്റി. മനസ്സിലാക്കുന്നവർക്കായി ന്യൂ വേ വേൾഡ് ഓർഡർ ഇത് വരാൻ പോകുന്നതാ, നിങ്ങൾ മനസ്സിലാക്കണം. 5 സിറിൽ മാർ ബസേലിയോസ് കത്തോലിക്ക സഭയുടെ സകല മെത്രാനും അടുക്കുന്നു. അടുത്തത് ഏറ്റവും നിർണായകം രാജകീയം ഊഷ്മളം. കത്തോലിക്ക സഭ അധ്യക്ഷൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അബുദാബിയിലോ ദുബൈയിലോ കാണും. അവരോട് പറയണം, ദാ വന്നിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. ഇത് ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ഏകലോക മതം. ഒരു കുടക്കീഴിൽ 3 ആലയങ്ങൾ. എല്ലാവരും ഇത് യൂട്യൂബിൽ വീഡിയോ കണ്ടോളാം. സാരസേന കണ്ടോ? ഒരു കുടക്കീഴിൽ 3 ആലയങ്ങൾ. 1 അബുദാബി ബനിയാസ് ഐലൻഡിലായത്. 1 യഹൂദന്റെ പള്ളി. 2 ക്രൈസ്തവരുടെ ആലയം. 3 ഇസ്ലാമിന്റെ മസ്ജിദ്. ഒരേ കോമ്പൗണ്ടിൽ അബുദാബി. ഇതാ വെള്ളക്കുതിര വരുന്നതിന് മുമ്പ് ഇത് വരച്ചു കാട്ടുന്നു. ഈ ദേവാലയം അവിടെ ഉയരുന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആന്റി ക്രൈസ്റ്റ് വന്ന് യഹൂദനൊരു ആലയം ഇതുപോലെ പണിയുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. ആരാ? യേശുവിന്റെ രക്തത്താൽ കരുതൽ പ്രാപിച്ച ദൈവമക്കള് ചേർക്കാൻ മടങ്ങി വരും. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുക. തീർന്നില്ല. ഇതുകൂടെ കേട്ടോ. ഒരു രാഷ്ട്രീയക്കാരും കുറ്റം പറയത്തില്ല. മോഡി സാർ കത്തോലിക്ക സഭ പരമാധ്യക്ഷനുമായി കൈ കൊടുത്തു. മനസ്സിലാകുന്നവർക്കാൽ. എന്നിട്ട് നമ്മുടെ മോഡി സാർ പറഞ്ഞെന്തോ? ബഹുമാനിക്കണം, ഇന്ത്യ പ്രധാനമന്ത്രിയാണ്. അങ്ങ് യഥാർത്ഥ പിതാവാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സന്തോഷമില്ല. ഇതായി കത്തോലിക്ക സഭക്കാരുമായിട്ട് നല്ല ഐക്യം ഉണ്ടായത്. ആ ഐക്യം ഉണ്ടായതിന് ചുക്കാൻ വലിച്ച ഒരാളുണ്ട്. കേൾക്കണം, ഞാൻ ഒരു രാഷ്ട്രീയക്കാരെ കുറ്റം പറയത്തില്ല. എല്ലാവരും നമ്മുടെ സ്നേഹിതർ, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഈ ചുക്കാൻ വലിച്ച ഒരാളുണ്ടായിരുന്നു, പാലക്കാരൻ ജോർജ് കുര്യൻ സാർ. അദ്ദേഹത്തിന്റെ കെയറോപ്പില സുരേഷ് ഗോപി സാറിന് തൃശ്ശൂരിൽ നിർത്തിയത്. ഉറപ്പായിട്ട് ജയിക്കുമെന്നും പറഞ്ഞു. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോ നിങ്ങൾ കണ്ടല്ലോ തൃശ്ശൂരക്കാര്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഈ പള്ളിക്ക് ഈ മണി മതി. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. ആ സമയത്ത് ഇദ്ദേഹമാണ് ഈ കത്തോലിക്ക സഭക്കാരെ മുഴുവൻ ചാക്കിട്ട് സുരേഷ് ഗോപി സാറിന് എങ്ങനെയെങ്കിലും, സുരേഷ് ഗോപി സാറിന് വിചാരിച്ച് 25 കിട്ടുമെന്ന്. പെട്ടി തുറന്നപ്പോ 75. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അവരെല്ലാം കൂടെ വോട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ രാജേഷ് സഹോദരൻ അറിഞ്ഞില്ല, ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞില്ല, അത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണദാസ് ഏട്ടൻ അറിഞ്ഞില്ല. ജോർജ് കുര്യൻ സാർ രാവിലെ റബ്ബർ പാൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ മോഡി സാർ വിളിച്ചു, വെള്ളം എടുപ്പോൾ വെള്ളം കൊണ്ടുപോയിട്ട് ഡൽഹി വരണമെന്ന്. സന്തോഷമില്ലല്ലോ. TPM-ലെ മൂപ്പൻ ചെല്ലുന്നല്ലോ. ഇവിടെ ആരും അറിഞ്ഞില്ല. ജോർജ് കുര്യൻ സാർ അവിടെ ചെന്നപ്പോൾ കേന്ദ്രമന്ത്രി മലയാളിയുടെ ഭാഷ പറഞ്ഞാൽ മണ്ണും ചാരിന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഹിന്ദിക്കാരന്റെ ഭാഷ പറഞ്ഞാൽ ദിൽവാലെ ദുൽഖനിയല്ലേ ഗായിക. സന്തോഷമില്ലല്ലോ. തോത്രം. രാഷ്ട്രീയം പഠിക്കണം, ചുമ്മാന്നുമല്ല. എവിടെയെല്ലാം ചേർന്ന് ഞാൻ ഇനി ഇവിടെ വന്നില്ലേലും ഇപ്പൊ ശാസ്തമംഗലത്ത് നിന്ന് ജയിച്ച ശ്രീലേഖ മാഡം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ ഗവർണറാവാൻ പോവാ. നിങ്ങൾ മനസ്സിലാകുന്നവർക്കായി. ചുമ്മാതല്ല, അവര് നല്ല അണ്ടർ വർക്ക് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത്. ഞാൻ പറഞ്ഞുതരാം, ശ്രീലേഖ മാഡം ഇപ്പൊ ഇവിടുത്തെ സിറ്റിയുടെ മേയറല്ലേ, ഉപമേയർ ആയാലും അവരാകാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാണ്. അവരെ ആ രീതിയിൽ. അതുകൊണ്ട് ഇവിടുത്തെ വിരമിച്ച IPS ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരോട് ചേരുന്നത്. അവർക്കറിയാം നല്ലൊരു പൊസിഷനിൽ വരാന്ന്. അതുകൊണ്ട് ഇപ്പൊ നാളെ തൃശ്ശൂരെ ഫലം കണ്ടില്ലോ. മനസ്സിലാക്കുന്നവർക്കായി. അതിനെല്ലാം ജോർജ് കുര്യൻ സാറാ വഹിച്ചത്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും കുറ്റം പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്തോനേഷ്യ ഏറ്റവും വലിയ മുസ്ലിങ്ങളുള്ള രാഷ്ട്രമാണ്. സാർ കാണും. അദ്ദേഹം അവിടെ ചെന്നിട്ട്
ഇന്ന് അവർക്ക് കൈ കൊടുക്കുന്നു. ന്യൂ വേ, വേൾഡ് ഓർഡർ, വെള്ള കുതിര. അടുത്തത് മത ഏകീകരണത്തിനായി ലോക നേതാക്കൾ. ഇതെല്ലാം കാണുന്ന മക്കളെ. ഇതാ ന്യൂ വേൾഡ് റിലീജിയൻ. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ, അത് കഴിഞ്ഞ് മാതാമൃതാനന്ദമയി, സ്വാമി പ്രകാശാനന്ദ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമി വിറ്റ പഴയാറ്റ്, കുഴിയാറ്റ്, സകലരും ഇതിനകത്ത്. ഇപ്പൊ 5 പേരെ ഇതിനകത്ത് കാണാനില്ല. 1 CSI ഇല്ല, 2 ഇവാഞ്ചലിക്കൽ ഇല്ല, 3 മർത്തോമ ഇല്ല, 4 പെന്തിക്കോസ് ഇല്ല, 5 ബ്രദർ ഇല്ല. സ്വത്രം. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ പറയുന്നവർ ഇതുവരെ തല്ലുപടി വരക്കൂടാതെ ഓഫർ വന്നില്ലെന്ന് മനസ്സിലാകുന്നവർക്കാൽ എന്ന് ഞങ്ങൾക്ക് ഓഫർ വരുന്നു, ഞങ്ങൾ അവിടെ ചാടും, കർത്താവ് മടങ്ങി വരും. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രം. ന്യൂ വേ, വേൾഡ് ഓർഡർ. അടുത്തത് ജാതി. പറഞ്ഞുതരാം. ജാതി എവിടെ ഇളകുന്നു മനസ്സിലാക്കുന്നവർക്കായി. 2 സകല വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യാൻ സകല ഗോത്രത്തിന്മേലും ജാതിമേലും ഭാഷമേലും അവൻ അധികാരം ലഭിച്ചു. അതിനാസ്പദമായി ഭരണകൂടങ്ങൾ തകരുന്നു. എല്ലാവരും കേട്ടാട്ടെ, നാട്ടുകാരെല്ലാം കേൾക്കണം. ഇതെല്ലാം ഒരേ സമയം കുഞ്ഞുങ്ങൾ പണ്ട് പാടും. ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൽ മുഴക്കം കേൾക്കുന്നു. എല്ലാവരും കുറ്റം പറയുമായിരുന്നു. എവിടാ തുടങ്ങിയത്? 2009 ആഫ്രിക്കയുടെ വടക്കേറ്റം. എല്ലാവരും കേൾക്കണം. ആഫ്രിക്കയുടെ വടക്കേറ്റത്തെ ഭരണകൂടം തകർന്നത്. അതിന്റെ പേര് അറബ് വസന്തം. ആരൊക്കെ തകർന്നു? ടുണീഷ്യ, അൾജീരിയ. കടല് കടന്നിട്ട് എങ്ങോട്ട് വന്നത്? ആ ഭരണകൂടം തകർന്നു. ഈജിപ്തിലെ രാജാവ് ഹോസ്നി മുബാരക് ലിബിയയിലെ കേണൽ ഗദ്ദാഫിയെ പൈപ്പിലിട്ട് വെടിവെച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ജോർദാൻ തകർന്നു, ഹുസൈൻ രാജാവ് ഓടിപ്പോയി, സിറിയയിലെ ബാഷർ പോയി. അത് കഴിഞ്ഞിട്ട് ആ ഭരണകൂടം ഇവിടെ വരെ വന്നു. യമനിലെ ഭരണകൂടത്തെ ഇസ്രായേൽ തകർത്തു. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ ഭരണകൂടം തകർന്നു. മനസ്സിലാകുന്നവർക്കായി. അതിനുശേഷം നമ്മുടെ തൊട്ടടുത്ത് നേപ്പാൾ. എല്ലാവരും ഇത് വായിക്കണം. നേപ്പാളി ആരാ? 2000-ന് ശേഷം ജനിച്ച പിള്ളേർ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ജെൻസി. നമ്മുടെ ജിൻസി അല്ല. സ്വതന്ത്രം. മനസ്സിലാകുന്നവർക്കായി. 2000-ന് ശേഷം കുഞ്ഞുങ്ങൾ ജനിച്ച ആ പിള്ളേരുടെ കൂട്ടായ്മ ജെൻസി 25 വയസ്സാ പിള്ളേരാ നേപ്പാളിലോട്ട് കയറി ഭരണകൂടത്തെ കത്തിച്ച് സാറേ. ആ സമയത്ത് ഇസ്രായേലിന്റെ വിദേശം, അതാ മൊസാദ്, അമിത്ഷായോടും നമ്മുടെ മോഡി സാറിനോടും പറഞ്ഞ അടുത്ത ഇന്ത്യ ലഡാക്കിലാണ്. സ്വതന്ത്രം. മൊസാദ ഏറ്റവും വലിയ ചാര സംഘടന. അന്നേരം ലഡാക്കിൽ എഞ്ചിനീയറെ പിടിച്ച് ജയിലിലാക്കിയത്. വായിച്ചോ പത്രത്തിനകത്ത്. മനസ്സിലാകുന്നവർക്കായി. ഇസ്രായേൽ കൊടുത്തു, ഇന്ത്യക്ക് മെസ്സേജ് കൊടുത്തു, ഈ ലഡാക്കി കലാപം വരും, ഭരണകൂടം ലഡാക്കിലും തകരുമെന്ന്. അതുകൊണ്ടാണ് എഞ്ചിനീയറെ പിടിച്ച് അകത്തിട്ടേക്കുന്നത്. അതിനാ ബഹളം ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയോ? പണ്ട് പാടിയതല്ല, ഭരണകൂടം തകരുന്നു. ക്ലിയറായി. സ്റ്റാർട്ടിംഗ് വഴിക്കെട്ട്. അടുത്ത ജനം ഇളകുന്നു. മനസ്സിലാകാം. 2009